പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നം പാല റോഡിൽ ഇളങ്കുളം ചന്തവളവിലാണ് ഇളങ്കുളം വഴിയോര വിശ്രമ കേന്ദ്രം എലിക്കുളം പഞ്ചായത്ത് പണിതത്. തിരക്കേറിയ ഹൈവേയിൽ വാഹനയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ശൌചാലയ സൌകര്യം ലക്ഷ്യമിട്ടുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വഴിയിടം പദ്ധതിയിൽപ്പെടുത്തി വഴിയോര വിശ്രമ കേന്ദ്രം പണിതത്. ഹൈവേ നിർമ്മാണ ഘട്ടത്തിൽ പുറമ്പോക്കായി മാറിയ ഭൂമിയിലാണ് 25 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പണിതത്. കഫ്തീരിയ സൌകര്യങ്ങളോടെയായിരുന്നു നിർമ്മാണം. 2025 ജൂൺ 4-നായിരുന്നു ഉദ്ഘാടനം. തുടർന്ന് കരാർ അടിസ്ഥാനത്തിൽ കോഫി ബാർ തുടങ്ങുകയും അവരുടെ ചുമതലയിൽ ശൌചാലയം നടത്തുകയുമായിരുന്നു. എന്നാൽ കരാർ തുകയ്ക്കനുസരിച്ച് വരുമാനം കിട്ടാതായതോടെ നടത്തിപ്പുകാർ പിന്മാറി. ഇതോടെ മുൻ ഭരണസമിതിയുടെ കാലത്ത് തന്നെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് പൂട്ടുവീണു. വഴിയോര വിശ്രമ കേന്ദ്ര വളപ്പിൽ തന്നെയാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്കായി വിനോദ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. ഇവയും പൂർണ്ണമായും കാട് കയറി കിടക്കുകയാണിപ്പോൾ. കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നീട് വയോജനക്ഷേമ പദ്ധതിയിലൂടെ ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചു. ജിമ്മിലെ ചില ഉപകരണങ്ങൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തറ വൃത്തിയല്ല. പുതിയ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ വിശ്രമകേന്ദ്രം തുറക്കാൻ പുതിയ കരാർ വിളിച്ചെങ്കിലും കരാർ കൊണ്ടയാൾ വിശ്രമകേന്ദ്രം തുറക്കാൻ തയ്യാറായിട്ടില്ല. താൽപര്യമുള്ള മറ്റാർക്കെങ്കിലും കൈമാറി വിശ്രമകേന്ദ്രം തുറക്കാനാണ് എലിക്കുളം പഞ്ചായത്ത് അധികൃതരുടെ ശ്രമം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.